പ്രിയമുള്ളവരെ, ഇന്ന് ഞാനും എൻ്റെ പേരക്കുട്ടി എമിലിയായും ഒരു പുതിയ വീഡിയോയുമായിട്ട് വരികയാണ്. ഒരു വെറൈറ്റി വീഡിയോ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോള് സ്കൂളിൽ പോകുമ്പോൾ അവിടെ മങ്കി ബാറുണ്ട്. ആ മങ്കി ബാറിൽ ഒരുപാട് കുട്ടികൾ ഹാങ് ചെയ്യാനുള്ളത് കൊണ്ട് അവൾക്ക് പലപ്പോഴും അവസരം കിട്ടുന്നില്ല. അപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടു, അപ്പച്ചാ എനിക്കൊരു മങ്കി ബാർ ഉണ്ടാക്കി തരാമെന്ന്. അവളുടെ ബർത്ത്ഡേ അടുത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഓക്കെ, യുവർ 7th ഡേ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അപ്പച്ചൻ മങ്കി ബാർ ഉണ്ടാക്കാം, നമുക്കുണ്ടാക്കി കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു മങ്കി ബാർ ഉണ്ടാക്കി. ആ മങ്കി ബാർ ഉണ്ടാക്കിയ രീതി നിങ്ങളെ കൂടെ കാണിക്കുകയാണ്. അതിന് പ്രധാനമായിട്ട് വാങ്ങിയത് 1.5 ഇഞ്ചിൻ്റെ GI പൈപ്പ്, ഗേജ് കൂടിയത് 3 എണ്ണം, 3/4 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് 2 എണ്ണം, 1/2 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് 1 എണ്ണം. 1/2 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതാ ഞാലുവാനുള്ള റിങ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് 1/2 ഇഞ്ചിന് മേടിച്ചത്. കാരണം വണ്ണം കൂടിയാൽ കുട്ടികൾക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് 1/2 ഇഞ്ചിൻ്റെ മേടിച്ച് അത് ട്രയാങ്കിൾ പോലെ കട്ട് ചെയ്ത് ട്രയാങ്കിൾ പോലെ ബിൽഡ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഹാങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 1/2 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് കട്ട് ചെയ്ത് ട്രയാങ്കിൾ പോലെ ബെൻഡ് ചെയ്ത് വീണ്ടും അത് വെൽഡ് ചെയ്ത് ഉണ്ടാക്കണം. അത് ഞാൻ ഉണ്ടാക്കുന്നത് 7 എണ്ണമാണ്. 7 ട്രയാങ്കിൾ അത് പൈപ്പിൽ ഹാങ് ചെയ്ത് അതിലാണ് നമ്മൾ ഹാങ് ചെയ്യുന്നത്. അപ്പോൾ ആ 7 റിങ്സ് ഞാൻ തന്നെ ഉണ്ടാക്കി. വെൽഡറെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ സമയം പോലെ ഒരു 7 റിങ് കട്ട് ചെയ്ത് വളച്ച് ഉണ്ടാക്കി വെച്ചു. അതിനുശേഷമാണ് വെൽഡറെ വിളിച്ചത്. അപ്പോൾ 7 റിങ്സും ഉണ്ടാക്കി അതിനെയും പൈപ്പിൽ വെൽഡ് ചെയ്യുമ്പം ചെയിനിലാണ് തൂക്കുന്നത്. വീട്ടിൽ കുറേ തുടൽ കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ 3 കള്ളി വീതം കട്ട് ചെയ്തെടുത്ത് പൈപ്പെ ഹാങ് ചെയ്യാൻ വേണ്ടി വെൽഡ് ചെയ്തു. അപ്പോൾ ഇന്ന് വെൽഡർ വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഉദ്ദേശം വരച്ച് ആ ഫ്ലോറിൽ ചോക്ക് കൊണ്ട് വരച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. അതുപോലെ സ്റ്റാൻഡ് വെൽഡ് ചെയ്ത് ഉണ്ടാക്കാൻ പോവുകയാണ് അദ്ദേഹം. ഞാനിപ്പം വലുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇപ്പം എമിലിയായിക്ക് ഹാങ് ചെയ്യാൻ എത്തിപ്പിടിക്കാവുന്ന ഹൈറ്റിൽ, എന്നാൽ ഒരു 4-5 വയസ്സ് കഴിഞ്ഞാലും ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്പം വലുതായിട്ടാണ് ഞാൻ വെൽഡ് ചെയ്യാൻ മെഷർമെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അത് കുട്ടികൾക്ക് തന്നെയല്ല, വലിയവർക്കും ഹാങ് ചെയ്യാവുന്ന രീതിയിലാണ്. കുട്ടികൾക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടി 2 സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റെപ്പിൽ കയറി നിന്ന് ഹൂക്കെ പിടിക്കാം. അതുപോലെ വലിയ ആൾക്കാർക്കും ഹാങ് ചെയ്യാവുന്ന രീതിയിലാണ്. കാരണം ഹാങ് ചെയ്യുന്ന ഒരു നല്ല എക്സസൈസ് ആണല്ലോ. അതുകൊണ്ട് അതുകൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാണുന്നതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന മെഷർമെൻറ്റിലുള്ള ഷേപ്പ്. അങ്ങനെ 2 കാല് വെൽഡ് ചെയ്ത് അത് ക്രോസ് ബാറും കൂടെ വെൽഡ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പച്ചനും കൊച്ചുമോളും പനിയായിട്ട് ഇവിടെ എന്താ പരിപാടി? മങ്കി ബാറോ? അതെന്താ സാധനം? ഒരു സാധനത്തെ പിടിച്ചിട്ട് പിന്നെ ഒരു കൈ വിട്ട് അടുത്ത സാധനത്തോട്ട് പിടിക്കും. ആ സാധനമാണ് മങ്കി ബാർ. മകള് ഫുൾ ടൈം ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നിടത്ത് ആക്റ്റീവായിരുന്നു. അവൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അവളുടെ അവധി ദിവസമാണ് ഇത് ഉണ്ടാക്കിയത്. അവൾ വളരെ ആക്റ്റീവായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിലൊരു വലിയ തുടല കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ 3 കള്ളി വീതം കട്ട് ചെയ്ത് അത് വെൽഡ് ചെയ്താണ് ഞങ്ങൾ ആ ട്രയാങ്കിൾ ഹാങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇതെന്തിനാ ഈ ഗ്ലൗസ് വെച്ചേക്കുന്നത്? 5 goggles. എന്തിനാ? നമ്മുടെ കണ്ണ് പോവാതിരിക്കാൻ. എന്ത് ചെയ്യുമ്പം? ഇവിടെ തീ ഇങ്ങനെ ഫ്ലെയിം ഒക്കെ വരുമ്പോ വെൽഡ് ചെയ്യുന്ന കാണുമ്പോ അല്ലേ? ആ വെൽഡ് ചെയ്യുമ്പോൾ ആ വെൽഡിങ് ഫ്ലെയിമേൽ നോക്കരുത്, കണ്ണിന് വേദന എടുക്കും എന്ന് പറഞ്ഞതിന് മകൾ പോയി അകത്തിരുന്ന ഒരു ഗോഗിൾസും ഒക്കെ എടുത്തു കൊണ്ടുവന്ന് വെച്ച് നിൽപ്പുണ്ട്. വെൽഡിങ്ങിൻ്റെ ഫ്ലെയിമേൽ നോക്കിയാൽ കണ്ണിൽ വേദന വരും. പ്രത്യേകിച്ച് രാത്രി ഉറങ്ങാൻ നേരത്തെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ഹൈറ്റ് കൂടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ 2 സ്റ്റെപ്പ് പോലെ പൈപ്പ് വെച്ച് വെൽഡ് ചെയ്യുകയാണ്. അതിൽ കയറി നിന്ന് ഹുക്കയിലോട്ട് പിടിക്കാം. അതിനുവേണ്ടി 2 സ്റ്റെപ്പ് ഉണ്ടാക്കുകയാണ്. തറയിൽ ഉറച്ചിരിക്കാനും വൈബ്രേഷൻ ഉണ്ടാകാതിരിക്കാനും വേണ്ടി എല്ലാ കാലിൻ്റെയും അടിയിൽ ഫ്ലാറ്റ് പ്ലേറ്റ് വെൽഡ് ചെയ്യുകയാണ്. അത് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ പ്ലേറ്റുകൾ 4 ഇരുമ്പിൻ്റെ പ്ലേറ്റ് വാങ്ങി അടിയിൽ വെൽഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കാണുന്നത്. അതുകൂടാതെ ഞങ്ങൾ 2 സൈഡിൽ കാലുകൾ തമ്മിൽ ഉള്ള കാലിലേക്കും ഒരു ചെറിയ പൈപ്പ് വെൽഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ബലപ്പെടുത്താൻ വേണ്ടി 4 വശത്തും പൈപ്പ് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. ഞാനും മോളൂടെ പെയിൻറ്റിങ്ങിലേക്ക് കടന്നു. ഞങ്ങൾ 2 പേരും കൂടിയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. കളർ ചോയ്സ് എല്ലാം അവളുടേതാണ്. അവൾ പറയുന്ന കളറുകളെല്ലാം ഓരോന്നിനും അടിക്കുകയാണ്. അവൾക്ക് പെയിൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധം പറഞ്ഞ് അവൾ തന്നെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പെയിൻറ്റിങ് തീരാൻ 2-3 ദിവസം എടുത്തു. കാരണം നമുക്ക് സ്കൂളുള്ളതുകൊണ്ട് സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് സമയം പോലാണ് ഞങ്ങൾ 2 പേരും കൂടെ ഇത് ചെയ്യുന്നത്. അവളില്ലാതെ ഒരു ജോലി ചെയ്യാനും അവൾ സമ്മതിക്കത്തുമില്ല. അപ്പോൾ എല്ലാം അവളെ കൂട്ടി തന്നെയാണ് ചെയ്തത്. മോള് ഞാൻ നോക്കിയപ്പോൾ ആ റിങ്ങേൽ കൈ പിടിക്കുമ്പം കൈക്ക് വേദന എടുക്കണമെന്ന് പറഞ്ഞു. കാരണം സോഫ്റ്റായ കൈയല്ലേ. അപ്പോൾ അതിനുവേണ്ടി തുണി ചുറ്റിയിട്ട് പ്ലാസ്റ്റിക് ടേപ്പ് ചുറ്റി അതിനെ അല്പം കൂടെ സോഫ്റ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വേദന എടുക്കത്തില്ലായിരിക്കും. ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. എന്റെയും എന്റെ അപ്പച്ചന്റെയും മങ്കി ബാർ റെഡിയായി. മോളെ ഹുക്കിൽ ഞാൻ പഠിക്കുകയാണ്. അവൾക്ക് നല്ല എക്സ്പീരിയൻസ് ഇല്ല. അത് കാരണം ഒരു ഹുക്കല്ലേ കയറാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് കഴിഞ്ഞ് ഓരോ കൈ മാറി ഇങ്ങേയറ്റം വരെ വരണം. അതാണ് ടാസ്ക്. ഇപ്പം തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു ഞാലാൻ മാത്രമേ അവൾ പഠിച്ചുള്ളൂ. അത് ഒരു കൈയുടെ ബാലൻസ് കിട്ടിക്കഴിയുമ്പോൾ അടുത്തതിലേക്ക് മാറിക്കോളും. ഓക്കെ, താങ്ക് യു.